ഇന്നത്തെ അറിയിപ്പുകൾ. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഡിസംബർ 21 നടക്കും. നിലവിലെ ഭരണസമിതിയുടെ കാലാവധി 20 അവസാനിക്കുന്നതോടെയാണ് പുതിയ അംഗങ്ങൾ ചുമതലയേൽക്കുന്നത്. അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് 26, 27 തീയതികളിലും നടക്കും. സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പൽ കൌൺസിലുകൾ എന്നിവിടങ്ങളിൽ വിജയിച്ച അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഡിസംബർ 21 രാവിലെ 10 മണിക്ക് നടക്കും. കോർപ്പറേഷനുകളിൽ സത്യപ്രതിജ്ഞ 11:30 പ്രായം കൂടിയ അംഗങ്ങളായിരിക്കും ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുക. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം എല്ലാ അംഗങ്ങളുടെയും ആദ്യ യോഗം മുതിർന്ന അംഗത്തിന്റെ അധ്യക്ഷതയിൽ ചേരും. മേയർ, മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഡിസംബർ 26 രാവിലെ 10:30 നടക്കും. ഡെപ്യൂട്ടി മേയർ, വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് 2:30 ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 27 രാവിലെ 10:30 വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 2:30 നടക്കും. വോട്ടവകാശമുള്ള അംഗങ്ങളുടെ എണ്ണത്തിന്റെ പകുതിയാണ് ക്വാറം. ക്വാറമില്ലെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ക്വാറമില്ലാതെയും തെരഞ്ഞെടുപ്പ് നടത്താനാകും. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിരുന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചു. നവംബർ 10 നിലവിൽ വന്ന പെരുമാറ്റച്ചട്ടമാണ് ഡിസംബർ 15 പിൻവലിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തത്കാൽ ടിക്കറ്റ് ബുക്കിംഗിന് OTP വെരിഫിക്കേഷൻ നിർബന്ധമാക്കി റെയിൽവേ. തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് OTP വെരിഫിക്കേഷൻ നടത്തിയാൽ മാത്രമേ ഇനി ബുക്കിംഗ് പൂർത്തിയാക്കുകയുള്ളൂ. വന്ദേ ഭാരത് ട്രെയിനുകൾ ഉൾപ്പെടെ 30 ട്രെയിനുകളിലാണ് OTP വെരിഫിക്കേഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നൽകുന്ന മൊബൈൽ നമ്പറിലേക്കാണ് OTP വരുന്നത്. ഇത് വെരിഫൈ ചെയ്താലേ റെയിൽവേ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയുള്ളൂ. IRTCയുടെ വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ്, റെയിൽവേ കൗണ്ടറുകൾ മുതലായവ വഴി ബുക്ക് ചെയ്യുമ്പോഴും OTP വെരിഫിക്കേഷൻ നിർബന്ധമാണ്. തൽക്കാൽ ടിക്കറ്റ് ബുക്കിംഗ് സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നടപടി. മുംബൈ സെൻട്രൽ, അഹമ്മദാബാദ് ശതാബ്ദി ട്രെയിനിലായിരുന്നു വൺ ഡേ പാസ്വേഡ് വെരിഫിക്കേഷൻ ആദ്യമായി കൊണ്ടുവന്നത്. പിന്നാലെയാണ് സദേൺ റെയിൽവേയിലെ 30 ട്രെയിനിൽ കൂടി OTP വെരിഫിക്കേഷൻ നടപ്പിലാക്കുന്നത്. OTP വെരിഫിക്കേഷൻ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിലൂടെ സർവീസ് നടന്ന വന്ദേ ഭാരത് ഉൾപ്പെടെ 10 ട്രെയിനുകളിൽ ഈ സംവിധാനം നിലവിൽ വന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ക്രിസ്മസ് തിരക്ക് കണക്കിലെടുത്ത് കേരളത്തിലേക്ക് 66 പ്രത്യേക ബസ് സർവീസുകൾ അനുവദിച്ച് കർണാടക RTC. 19-നും 20-നും 14 ബസ്സുകൾ വീതവും ഡിസംബർ 23-നും 24-നും 19 ബസ്സുകൾ വീതവുമാണ് അനുവദിച്ചത്. ശബരിമല തീർത്ഥാടനം മുൻനിർത്തി ബംഗളൂരുവിൽ നിന്ന് പമ്പയിലേക്ക് നേരത്തെ തന്നെ അനുവദിച്ച പ്രത്യേക സർവീസുകൾ ഉൾപ്പെടെയാണിത്. മൂന്നാർ, എറണാകുളം, പാലക്കാട്, കോഴിക്കോട്, തൃശൂർ, കോട്ടയം തുടങ്ങിയ കേന്ദ്രങ്ങളിലേക്കാണ് മറ്റുള്ള സർവീസുകൾ.